എറണാകുളം ചെല്ലാനം നിവാസികൾ നിരന്തരം ആശ്രയിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ദുരവസ്ഥയിലേക്കാണ് നമ്മളിനി പോകുന്നത്. കെട്ടിടത്തിന്റെ ബലക്ഷയം മൂലം അടച്ചുപൂട്ടിയ ആശുപത്രി മറ്റൊരിടത്ത് താൽക്കാലികമായി മാറ്റി സ്ഥാപിച്ചെങ്കിലും പ്രശ്നത്തിന് ഇനിയും പരിഹാരമായില്ല. പ്രദേശവാസികളുടെ പരാതിയിൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. ഒരു വർഷമായി താഴിട്ട് പൂട്ടിയ ചെല്ലാനം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിലാണുള്ളത്. വകുപ്പിനെതിരെയും ആരോഗ്യമന്ത്രിക്കെതിരെയും ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷം സംഘടിപ്പിക്കുന്നതിനിടയിലാണ് 6000-ഓളം ആളുകൾക്ക്, മത്സ്യത്തൊഴിലാളികൾ അടക്കം ആളുകൾക്ക് ആശ്രയമാകേണ്ട ആതുരാലയം ഇത്തരത്തിൽ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നത്. കോൺക്രീറ്റ് പാളികളിലെ ബലക്ഷയം, കെട്ടിടം അപകടാവസ്ഥയിലാകാനുള്ള സാധ്യത തുടങ്ങി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ചെല്ലാനം കുടുംബാരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടിയത്. ഫിഷറീസ് ആരോഗ്യവകുപ്പ് മന്ത്രിമാർ പങ്കെടുത്ത ഉന്നതതല യോഗത്തിൻ്റെതായിരുന്നു തീരുമാനം. എത്രയും പെട്ടെന്ന് അവിടുത്തെ ആരോഗ്യ കേന്ദ്രം പുനർനിർമ്മിക്കാന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് വേറെ ഒന്നുമില്ല, കുറെ വൃദ്ധരായ ആൾക്കാരും അതുപോലെ ഇൻസുലിൻ, ഇപ്പം എൻ്റെ അമ്മ ഡയബറ്റിക് ആണ്, അപ്പം എനിക്ക് ഇവിടുന്ന് ഇൻസുലിൻ കിട്ടുന്നുണ്ട്. അപ്പം അതിൻ്റെ വിതരണവും വരെ മുടങ്ങിയിരിക്കുകയാണ്. ഒരുപാട് നാളെ ഉടനെ അങ്ങോട്ട് മാറാൻ പോണെന്ന് പറഞ്ഞല്ലാണ്ട് അങ്ങോട്ട് മാറ്റമൊന്നുമില്ല. താൽക്കാലികമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. നിലവിലെ ആശുപത്രിയിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയുള്ള സ്ഥലത്ത് മത്സ്യലേലത്തിനായി ഉപയോഗിച്ചിരുന്ന കട വാടകയ്ക്കെടുത്തായിരുന്നു പുതിയ കേന്ദ്രം. ഒരുപാട് തിരക്കുണ്ട്. ഭയങ്കര മഴയുള്ള ദിവസങ്ങളിലൊക്കെ ആളുകളൊക്കെ ആ വഴിയിൽ ചെളിവെള്ളത്തിലൊക്കെയാണ് നിൽക്കണത്. പിന്നെ റോഡരികിലും ആയതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഒന്നിരിക്കാനുള്ള സൗകര്യം പോലും ഇല്ല അവിടെ. തിങ്ങിനെരിങ്ങിയാണ്. പിന്നെ ഒരാൾ മാറിയാലേ അടുത്താക്കി കയറാൻ പറ്റുള്ളൂ. ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് വലിയ ഹോസ്പിറ്റലിൽ നല്ലൊരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം തന്നെ. ആവശ്യത്തിന് മരുന്നുകളില്ലെന്നും ഉച്ചയ്ക്ക് ശേഷം OP സംവിധാനം പ്രവർത്തിക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. മഴയായാൽ കയറി നിൽക്കാൻ സ്ഥലമില്ല. തിക്കിലും തിരക്കിലും മണിക്കൂറുകൾ കാത്തിരുന്ന് ചികിത്സ തേടേണ്ട സാഹചര്യം. അങ്ങനെ തുടരുന്നു പരാതികൾ. ഉച്ചക്ക് കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ പൂട്ടും. പിന്നെ ഞായറാഴ്ച OP ഇല്ല. അങ്ങനെയുള്ള പരിപാടികളുണ്ട്. ആൾക്കാർ വന്നിട്ട് ഇരുന്ന് മടങ്ങി പോകും. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നും പ്രവർത്തികൾ ദ്രുതഗതിയിലാക്കാനുള്ള ഇടപെടൽ നടന്നിട്ടുണ്ടെന്നുമാണ് ആരോഗ്യവകുപ്പും ഗ്രാമപഞ്ചായത്തും നൽകുന്ന വിശദീകരണം. കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി ആളുകൾക്ക് ആശ്രയമാകേണ്ട സ്ഥലത്താണ് ഇത്തരത്തിൽ ദുരവസ്ഥ നേരിടേണ്ടി വരുന്നത്. എത്രയും പെട്ടെന്ന് നടപടി വേണമെന്ന ആവശ്യത്തിലാണ് ഇവർ. ഫിഷറീസ് മന്ത്രിയും ആരോഗ്യമന്ത്രിയും എത്തി ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന പ്രതീക്ഷയും ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ചെല്ലാനത്ത് നിന്നും അനന്തൂബി നായർക്കൊപ്പം YS അഭിനന്ദ്, 24. പൊതുജനം കഴുതയല്ല സാർ.